ഇപ്പോൾ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഫേസ് ചെയ്യുന്നൊരു കുട്ടിയെ നമുക്ക് എങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് എത്തിക്കാൻ സാധിക്കും? ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വേസ് ഉണ്ട് സൊസൈറ്റിയുടെ മുന്നിലോട്ട് വരാനായിട്ട്. ദി തിങ് ഇസ് പ്രോപ്പർ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, എന്താണ് എൻ്റെ കുഞ്ഞിൻ്റെ സ്കില്ല് എന്നുള്ളത് കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ്സ് ദ പ്രൈമറി തിങ്. കാരണം കുഞ്ഞിൻ്റെ സ്കില്ല് വെച്ച് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് എക്സൽ ചെയ്യും. ഓക്കെ, ആൻഡ് വൺസ് നമ്മൾക്ക് ആ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ആ ഒരു പേസ് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ they will actually come out really well. That's the first thing that you can do. See, second of all, നമ്മുടെ ഈ ഒരു era or ഈ ഒരു particular world treatment aspect or I would say that ഒരു ഹാബിലിറ്റേഷൻ ആസ്പെക്ട്സിൽ ഒരുപാട് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, സോ വി ഹാവ് ലൈക്ക് ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പെസിഫിക് സ്ട്രാറ്റജി ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ള ഓരോ ആസ്പെക്ട്സ് ഉണ്ട്. സോ വി ഹാവ് ലൈക്ക് മൾട്ടി സെൻസറി അപ്രോച്ച് ഉണ്ട്. സോ ഇൻഫാക്ട് ഒരു കുഞ്ഞിന് എപ്പോഴും ഓഡിറ്ററി, അതായത് കേട്ട് മാത്രം പഠിക്കുന്ന ഒരു കേട്ട് മാത്രം ഇൻപുട്ട് കൊടുക്കുന്ന ഒരു കുഞ്ഞിന് വിഷ്വൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടാക്ടൈൽ ആയിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുക്കാം. ഡിഫറെൻറ്റ് മൊഡാലിറ്റീസ് അവർക്ക് ടീച്ചിങ് മെത്തേഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം ഒരു കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ഇൻ ദ ലേണിംഗ് ആസ്പെക്ട് ഓർ ഇൻ ദ സ്കിൽ ബിൽഡിംഗ് ആസ്പെക്ട്. പിന്നെ അവർക്ക് ചെയ്യാം. പിന്നെ ദിസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. ഇപ്പം നമ്മുടെ മോഡേൺ ടെക്നോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺസിൽ പോലും നമുക്ക് ഒന്നും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ജസ്റ്റ് നമ്മുടെ വോയിസ് ഓൺ ആക്കിയിട്ട് വി കൻ സേ വാട്ട് എവർ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ പ്രൊവിഷൻസ് കുറേയും കൂടിയും ഹാൻഡി ആക്കി കൊടുക്കുക. ഓക്കെ, ഐ എം നോട്ട് സെയിങ് ദാറ്റ് 6th, 7th, 8th, 9th കുഞ്ഞുങ്ങൾക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഡിസ്ട്രാക്ടിങ് ദം ഫ്രം ദിയർ അതർവൈസ് ലൈഫ്, അതല്ല ഞാൻ പറയുന്നത്. ബട്ട് അറ്റ്ലീസ്റ്റ് മേക്ക് ഇറ്റ് ആപ്ലിക്കബിൾ ഫോർ ദം ദാറ്റ് അവർക്ക് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ട് എന്നുള്ളത്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡിഫറെൻറ്റ് ആപ്സ് അവൈലബിൾ ആണ് നമ്മുടെ ഇൻ്റർനെറ്റിൽ. ഓക്കെ, സോ യു ക്യാൻ ആക്ച്വലി ഡൗൺലോഡ് ആൻഡ് അവർക്ക് കാണിച്ചു കൊടുക്കാം. സി, യു ഡോണ്ട് ഹാവ് ടു ആക്ച്വലി റൈറ്റ് ഇറ്റ് ഡൗൺ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി കാണിക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് സേ ഇറ്റ്. ഇപ്പോൾ സ്കൂൾസിലാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്കൊരു ഷാഡോ ടീച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഷാഡോ ടീച്ചറിനെ കൊണ്ടുവന്നിട്ട് യെസ് അക്കാഡമിക്സിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക, ബട്ട് അറ്റ് ദ സെയിം ടൈം അവരുടെ സ്കില്ല് നോക്കി ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി പോലും കൊടുക്കുക. ഐ വിൽ സേ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി പേരൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡു നോട്ട് സപ്രസ് ഇറ്റ്. അതാണ് പേരൻസ് ചെയ്യുന്ന ഫസ്റ്റ് മിസ്റ്റേക്ക്. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ദേ വിൽ ട്രൈ മണ്ണിട്ട് മൂടാൻ നോക്കും. ദേ വിൽ ഹൈഡ് ഇറ്റ് ആൻഡ് ദാറ്റ്സ് ദ ഫസ്റ്റ് റോങ്. നമ്മൾ കുഞ്ഞിനോട് ചെയ്യുന്നൊരു ചതിയാണത്. യു ഷുഡൻറ്റ്. ബിക്കോസ് ലൈഫിൽ വെൻ യു ഹാവ് ടു ഷോ ദം എ ഹെഡ്, ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കാനായിട്ട് യു ടു ഷോ ദം, യു ഹാവ് ടു ടെൽ ദം വാട്ട് ദേ ആർ. യു ഹാവ് ടു ആക്ച്വലി എക്സ്പ്ലെയിൻ ടു ദ ചൈൽഡ്, മോളെ നിനക്ക് ഇങ്ങനെ ദിസ് ഇസ് വാട്ട് യു ആർ, ദിസ് ഇസ് വാട്ട് യു ഗുഡ് ഇൻ, ദിസ് ഇസ് വാട്ട് യു ആർ ബാഡ് ഇൻ, ദിസ് ഇസ് വാട്ട്. പേരൻസിന് അത് ഐഡൻറ്റിഫൈ ചെയ്ത് കുഞ്ഞിന് കൊടുക്കുവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് ബ്ലെസ്സിങ് ദാറ്റ് ദ പേരൻറ്റ് ക്യാൻ ഡു ഫോർ ദ ചൈൽഡ്. ഓക്കെ, അതല്ലാതെ വി സീ ദാറ്റ് especially in one of the movies that I actually happened to see, ഹിച്ച്കി എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമയാണ്, റാണി മുഖർജിയുടെ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ആ ഒരു റാണി മുഖർജിക്ക് ഷീ ഹാസ് ദിസ് കണ്ടീഷൻ കോൾഡ് as Tourette syndrome. ഓക്കെ, സോ എവറി ടൈം ഒരു വാക്ക് പറയുമ്പോഴത്തേക്കും ഷീ ഗെറ്റ്സ് സ്റ്റക്ക് ആൻഡ് ഒരു ഹിക്കപ്സ് വന്നിട്ടാണ് പുള്ളിക്കാരി ഫോർവേഡ് ചെയ്യുന്നത്. സോ അതിന് ആ ഒരു സിനിമയ്ക്കകത്ത് ഇറ്റ്സ് വെരി എവിഡൻറ്റ് ദാറ്റ് ഫ്രം ഈ ഒരു ക്യാരക്ടറിൻ്റെ മെയിൻ ആയിട്ടുള്ള പാഷൻ എന്തായിരുന്നു വെച്ചാൽ ടീച്ചിങ് ആയിരുന്നു. ഓക്കെ, സോ ബിക്കോസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഈ ഒരു ഹിക്കപ്സ് വരുന്നൊരു പ്രശ്നം, ടോററ്റ് സിൻഡ്രോം ഉള്ള ഒരു പ്രശ്നമുള്ള കാരണം കൊണ്ട് ഷീ ഡിഡ്ന്റ് ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ടു ഡു ഒരുപാട് എഡ്യൂക്കേഷൻ ചെയ്യാൻ, ഒരുപാട് വെല്ലായിട്ടുള്ള ഒരു എഡ്യൂക്കേറ്റഡ് റൂട്ട് പുള്ളിക്കാരിക്ക് കിട്ടുന്നില്ല. ബട്ട് യെറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഷീ ഗിവ്സ് her time, she gives her interview to a school where underprivileged ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടുള്ളൊരു ഇത് കിട്ടുക പുള്ളിക്കാരിക്ക് ഓപ്പർച്യൂണിറ്റി. സോ ഷീ സീ ദാറ്റ് അവിടെ ദാറ്റ് പെർട്ടിക്കുലർ ക്യാരക്ടർ ഇസ് ബിൽഡിങ് ഓൺ ഹെർ സ്കിൽ. ഓക്കെ, സോ ഇൻഫാക്ട് കുഞ്ഞിലേ തൊട്ട് ഷീ വുഡ്ന്റ് ഹാവ് ഗോട്ട് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്ത കാരണം കൊണ്ടും ആ ഒരു ക്യാരക്ടറിൻ്റെ പേരൻസ് വുഡ് ഹാവ് ടോൾഡ് ഹർ ദാറ്റ് ഓക്കെ ദിസ് ഇസ് വാട്ട് യു ഗുഡ് ആറ്റ്, ദിസ് ഇസ് വാട്ട് യു ആർ ബാഡ് ആറ്റ് എന്നുള്ളൊരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കിയ കാരണം കൊണ്ടായിരിക്കണം ഷീ ഈസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സ്കിൽ എവിടെയാണെന്ന് നോക്കി മുന്നോട്ട് പോകുന്നത്. Okay, so I feel these are some things that parents should look into. Also adding, I will say അവരുടെ ഇമോഷൻസ് ഹേർട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് കുട്ടികൾക്കും ഇമോഷൻസ് ഉണ്ട്. നമ്മൾ ഓരോ പ്രാവശ്യം അവരിതിന് തെറ്റാണ്, നീ ഇതിന് ഗുണമില്ല, നീ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ
നമ്മൾ ഇമോഷണലി പുൾ ഡൗൺ ചെയ്യുക. ആ പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മുകളിലോട്ട് കയറി വരണമെങ്കിൽ ഭയങ്കര പാടാണ്. പക്ഷേ വി ഷുഡ് ഫൈൻഡ് ഓൾട്ടർനേറ്റീവ് റാദർ ദാൻ അവരെ കുറ്റപ്പെടുത്തുന്നു. ഉപദേശം കൊടുക്കുന്നത് ഇറ്റ് ഈസ് നമുക്ക് ഈസിയർ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷെ കുട്ടിക്ക് അത് എടുക്കാനായിട്ട് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉപദേശം കൊടുക്കാതെ ട്രൈ ടു ഐഡൻറ്റിഫൈ വാട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് കുറച്ച് സമയം എടുക്കും, നമ്മൾ കുറച്ച് സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. പക്ഷെ ആ പ്രശ്നം കണ്ടുപിടിച്ച് അതിനൊരു ചെറിയ സൊല്യൂഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ലൈഫ് ലോങ് അവർക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അതൊരു ഞാൻ പറഞ്ഞില്ല, ഒരു ഫുൾ തെറപ്പി എന്നൊന്നും പറയണ്ട, പക്ഷെ കുറച്ച് നേരം പേരൻസ് കുട്ടികളുടെ ഇരുന്നിട്ട് അവരെന്താ പ്രശ്നം അവർ ഈ പറയുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് ഒരു ടീച്ചർ പേരൻറ് മീറ്റിങ്ങിന് പോയിട്ട് കുറേ കുറ്റം കേട്ടിട്ട് വീട്ടിൽ വന്ന് ഫുൾ പ്രശ്നം ഉണ്ടാക്കുന്നതിനെക്കാട്ടും ട്രൈ ടു ഐഡൻറ്റിഫൈ എന്താണ് ആ ടീച്ചർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നത്, അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്ന ആ ഒരു ഇത്, അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറയുന്ന പോലെ വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമുക്ക് സിമ്പിളായിട്ട് തീർക്കാവുന്ന പ്രശ്നം നമ്മളത് വലുതാക്കുന്നതാണ്. അപ്പം ഇറ്റ്സ് ബേസിക്കലി അവർക്ക് ആ കുഞ്ഞിലേ കൊടുക്കുന്ന കോൺഫിഡൻസ്, കുഞ്ഞിലേ കൊടുക്കുന്ന ഇമോഷൻ, നമ്മുടെ വീട്ടിലത്തെ സിറ്റുവേഷൻ വാസ് ഓൾസോ വി ഷുഡ് മേക്ക് എ ബ്യൂട്ടിഫുൾ സിറ്റുവേഷൻ ഫോർ ദം ടു ലേൺ. നമ്മൾ സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം പഠിക്കാൻ. ആ സിറ്റുവേഷനിലാണ് അവർ പഠിക്കുക. അവർക്ക് ഒരു സ്റ്റഡി സ്ഥലം ഉണ്ടാവണം, അവർക്ക് പഠിക്കുന്ന റൂട്ടീൻസ് ഉണ്ടാവണം. എന്താ പറയുക, കാണുമ്പോൾ എല്ലാം ഇരുന്ന് പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഒരു അരമണിക്കൂർ പഠിച്ചാൽ ആ പഠിക്കുന്ന കാര്യം അവരുടെ ബ്രെയിനിൽ അബ്സോർബ് ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ ഞാൻ പറഞ്ഞേ ഇരുന്ന് പഠിക്കുന്നവരായിരിക്കില്ല, അവർ ചിലപ്പോൾ ക്ലാസ്സിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. അവരെ ഇരുത്തി പഠിപ്പിക്കാൻ പോയാൽ അവരെ ആ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നതും കൂടെ വിട്ടുപോകും. അപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരുടെ സ്ട്രെങ്ത്തിൽ വർക്ക് ചെയ്യുക, അതാണ് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഞങ്ങളെപ്പോലത്തെ പ്രൊഫഷണൽസിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റും. അത് പേരൻസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ചെയ്യാൻ പറ്റുക. ഒരുപാട് പേരൻസിനുള്ള ഡൗട്ട്സ് ആയിരുന്നു, അതിപ്പം നമുക്ക് ഈ മെസ്സേജിലൂടെ നമുക്കത് കൺവേ ചെയ്യാൻ പറ്റി. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റീസെൻ്റ്ലി സുനിത വില്യംസ് സ്പേസിൽ നിന്നും എർത്തിലോട്ട് ലാൻഡ് ആയിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തെ പോലുള്ള റിസർച്ചേഴ്സ് ഫേസ് ചെയ്യാൻ പോകുന്ന സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഓക്കെ, സ്റ്റാർട്ടിങ് തന്നെ നമുക്കിപ്പം അവരുടെ ഫസ്റ്റ് വിഷ്വൽസ് നിങ്ങൾ കണ്ടല്ലോ. അവരെ സ്പേസ് ഷിപ്പിൽ നിന്ന് എടുത്ത് പൊക്കി സ്ട്രക്ചറിലേക്ക് വെച്ചാൽ പോയേക്കുന്നത്. അവർ കൈവീശി കാണിച്ചു, പക്ഷേ ദേ വർ നോട്ട് ഏബിൾ ടു സ്റ്റാൻഡ് അപ്പ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സംതിങ് റിലേറ്റഡ് ടു മൈ ഫീൽഡ്, സീയിങ് ദാറ്റ് ഇയർ ബാലൻസിൻ്റെ ഇഷ്യൂ. നോട്ട് ജസ്റ്റ് ഇയർ ബാലൻസ് ഇഷ്യൂ, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷേ ദർ ഇസ് വൺ റീസൺ, മെയിൻ റീസൺ, ദാറ്റ് ഇസ് എ ഇയർ ബാലൻസ് ഇഷ്യൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇയറിൻ്റെ അകത്തുള്ള ഓർഗൻസ് എപ്പോഴും അലൈൻ ചെയ്തിരിക്കുന്ന എഗൻസ്റ്റ് ഗ്രാവിറ്റിയാണ്. നമ്മൾ കുഞ്ഞിലേ വരുമ്പം നമ്മൾ മുട്ടയിലൊക്കെ എഴിഞ്ഞ് നടക്കുമ്പം ഇറ്റ് ഈസ് നിയർ ടുവേർഡ്സ് ദ ഗ്രാവിറ്റി. അത് കഴിഞ്ഞ് രണ്ട് കാലം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പം ഇറ്റ് ഈസ് അവേ ഫ്രം ദ ഗ്രാവിറ്റി. അതിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം പയ്യെ പിച്ച വെച്ചാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ കുറേ നാളും കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ ഈ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചേഴ്സ് എല്ലാം ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും ഫോം ചെയ്തേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ അവർ മൈക്രോ ഗ്രാവിറ്റിയിലോട്ട് പോകുമ്പോൾ, അതായത് സ്പേസിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ ഗ്രാവിറ്റി ഉണ്ടാവത്തില്ല. അപ്പം നമ്മുടെ ചെവിക്കകത്ത് ഓട്ടോലിത്ത് എന്ന് പറഞ്ഞ് ചെറിയ ഒരു എന്താ പറയുക, ഒരു ചെറിയ ക്രിസ്റ്റൽസ് പോലത്തെ സാധനമുണ്ട്. അപ്പോൾ അത് താഴേക്ക് പുള്ളി ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ ക്രിസ്റ്റൽസ് മൈക്രോ ഗ്രാവിറ്റി കാരണം ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും. ഫ്ലോട്ട് ചെയ്തിട്ട് അത് ഈ സെമി സർക്കുലർ കനാൽ എന്ന് പറഞ്ഞ് നമുക്ക് ചെവിക്കകത്ത് 3-4 കനാൽസ് ഉണ്ടാവും. ആ കനാൽസിൻ്റെ അകത്തെല്ലാം സ്പ്രെഡ് ചെയ്യും. അപ്പം തിരിച്ചവർ ആ സ്പേസിൽ നിന്ന് തിരിച്ച് എർത്തിൽ വന്നു കഴിയുമ്പോഴും ഈ ക്രിസ്റ്റൽസ് താഴോട്ട് വലിക്കും, പക്ഷേ അത് പല പൊസിഷനിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മളൊരു തെറപ്പി മെത്തേഡ് യൂസ് ചെയ്താൽ ഒരു 3-4 months എടുക്കും അവർ സ്റ്റേബിളായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ. പക്ഷേ അപ്പോഴും അവർക്ക് മോഷൻ സിക്നസ് ഉണ്ടാവും. ആ കാര്യങ്ങൾ വീണ്ടും ഒരു 5 months എങ്കിലും എടുക്കും കംപ്ലീറ്റ് തെറപ്പി കഴിഞ്ഞ് അവരൊന്ന് നേരെ നിൽക്കാൻ. അത്രയും സമയം എടുക്കും അവർക്ക് എഗൻസ്റ്റ് ഗ്രാവിറ്റി എഴുന്നേറ്റ് നിൽക്കാനായിട്ട് വരിക. അപ്പം അതാണ് ബാലൻസ് റിലേറ്റഡ് ഇഷ്യൂ അവർക്ക് ഉണ്ടാവുന്നത്. സ്പീച്ച് റിലേറ്റഡ് ഓൾസോ ദേ വിൽ ഹാവ്, ബിക്കോസ് സ്പീച്ച് എന്ന് പറയുന്ന ഒരു മെക്കാനിസം മെയിനായിട്ട് ദ ലങ്സ്. ഓക്കെ, നമ്മുടെയൊക്കെ പറഞ്ഞ പോലെ ലങ്സ് ഇസ് ഓൾവേസ് ടുവേർഡ്സ്, ഇറ്റ്സ് നോട്ട്
ടുവേർഡ്സ് ഗ്രാവിറ്റി അല്ല, ഇറ്റ്സ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. താഴോട്ടാണ് നമ്മുടെ പ്രഷർ മൊത്തം പോകുന്നത്. സോ സ്പേസിലായിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ലങ്സിൻ്റെ ആ ഒരു കപ്പാസിറ്റി കമ്പാരിറ്റീവ്ലി കുറയും. ഓക്കെ, ബിക്കോസ് ഓഫ് വിച്ച് ഇവർക്ക് സ്പീച്ച് കുറയും എക്സേർട്ട് ചെയ്യാൻ, അതായത് സ്പീച്ച് പറയാനായിട്ട് കുറേയും കൂടിയും അവർക്ക് ഡിഫിക്കൽട്ടി കാണും. ഓക്കെ, അവർ നമ്മളൊക്കെ നോർമലി കൊടുക്കുന്ന ഒരു പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഇവർ ഇൻഹെയിൽ ചെയ്ത് പ്രഷർ ലങ്സിൽ സ്റ്റോർ ചെയ്തിട്ട് എക്സ്പെല് ചെയ്യേണ്ടത് സംസാരിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ലങ്സിൻ്റെ ഒരു ഫങ്ഷൻ തന്നെ കുറേയും കൂടിയും കുറയുന്ന കാരണം കൊണ്ട് വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ വോക്കൽ ഫോൾസിൻ്റെ മൂവ്മെൻറ്റ് ഓർ വോക്കൽ ഫോൾസിൻ്റെ മാസ് അതിനകത്തും ഒരു ഓൾട്ടർനേഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് ദ പിച്ച് ഡ്രോപ്സ്. ഓക്കെ, നോർമലി വിമന് ഹൈ പിച്ച് വോയിസും മെയിലിന് ഒരു ലോ പിച്ച് വോയിസ് എന്നാണ് തിയറീസും അതുപോലെ തന്നെ റിസർച്ചും പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്പേസിൽ പോയി വരുന്ന ഒരാൾക്ക് വാട്ട് ഹാപ്പൻസ് ഇസ് ഒരുപാട് ഡ്യൂറേഷൻ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിച്ച് ഡ്രോപ്പ് വളരെ എവിഡൻ്റ് ആയിരിക്കും. ഓക്കെ, അത് എവിഡൻ്റ് ആയിരിക്കും മീൻസ് അഗൈൻ ലോ പിച്ച് എന്ന് ഞാൻ പറയില്ല, ഭയങ്കരമായിട്ട് റോബോട്ടിക് ആയിട്ടുള്ളൊരു സ്പീച്ച് മെക്കാനിസം ആയിട്ട് ആയിരിക്കും കണ്ടുവരുന്നത്. ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് വാട്ട് ഹാപ്പൻസ് ഇസ് ബാക്കി ആസ്പെക്ട്സ് ടു അവർക്ക് കുറേയും കൂടിയും സ്പീഡായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു എബിലിറ്റി. ഇറ്റ്സ് നോട്ട് ദാറ്റ് അവർ അച്ചീവ് ചെയ്യില്ല എന്നുള്ളത്, ബട്ട് ബിക്കോസ് ഇത്രയും ഡ്യൂറേഷൻ അവർ അവിടെ നിന്ന കാരണം കൊണ്ട് വെൻ ദി കം ബാക്ക് ടു സ്പേസ് ആ സ്പീഡിൽ സംസാരിക്കുന്നതിൻ്റെ കപ്പാസിറ്റി പോലും ഇറ്റ് ഗെറ്റ്സ് ഓൾട്ടേർഡ്. അപ്പം പഴയ നോർമൽ സ്പീച്ച് ആയിരിക്കില്ല, അവർക്ക് വോയിസ് ചേഞ്ച് വരും. നമുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ വോയിസ് ഇത് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കൊരു വോയിസിൽ ചേഞ്ച് ഉണ്ട്. പിന്നെ ഉണ്ടാവാവുന്ന ഇഷ്യൂ ഹിയറിംഗ് ലോസ് ആണ്. അതായത് നമ്മൾ അവരുടെ സ്പേസ് ഷട്ടിലിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻ്റെ അകത്ത് നിൽക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 70 to 80 ഡെസിബൽ നോയ്സ് ഉണ്ട്. അവരുടെ എയർ ഫിൽറ്റേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ജനറേറ്റേഴ്സിൻ്റെയും ഇതിൻ്റെ എല്ലാം നോയ്സ് കണ്ടിന്യൂസ്. അപ്പോൾ ഒരു എയർ ഷട്ടിലിൻ്റെ അകത്ത് നിൽക്കുന്ന നോയ്സ് 70 to 80 ഡെസിബൽ. അത്രയും നോയ്സ് 24 hours വരുന്നത്. അവർ ഉറങ്ങുമ്പോഴും ആ സൗണ്ട് അവിടെ ഉണ്ട്. അത് കാരണം ഡെഫിനറ്റ്ലി അവർക്ക് ഒരു നോയ്സ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആകെ മേളിലേക്ക് ഹയർ പ്രഷറിലേക്ക് പോകുമ്പോൾ ബാരറ്റോമ എന്ന് പറഞ്ഞത്, അതായത് നമ്മുടെ ചെവിക്ക് എർത്തിൽ നിൽക്കാനാണ് നമുക്ക് ചെവി അല്ലെങ്കിൽ നമ്മുടെ ബോഡി സിസ്റ്റം ചെയ്തേക്കുന്നത്. അപ്പം പ്രഷർ വേരിയേഷൻ വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഇവർ തിരിച്ചിവിടെ വന്ന് റീഹാബിലിറ്റേഷൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുക്കണം. ഒരു 3-4 months എടുക്കും അവർക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് റിക്കവറി ചെയ്ത് റിക്കവറി ആവാനായിട്ടുള്ളത്. So this is not just, ഇപ്പോൾ we know that, Sunita Williams and co-astronauts തിരിച്ച് ഇപ്പോൾ they've come back to Earth. Okay, ഇതിപ്പോൾ for the people who are also further ahead, അവർ റിസർച്ചിനും ബാക്കി കാര്യങ്ങൾക്കായിട്ട് വേണ്ടി സ്പേസിലോട്ട് പോകുന്ന ആൾക്കാർക്കും there's these kind of challenges that probably അവർക്ക് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളത്. ദിസ് വിൽ ഇൻക്രീസ് ബിക്കോസ് ഇനി അടുത്ത മിഷൻ മാസിലേക്ക് പോകാനായിട്ട്. അപ്പം അതിന് മാസങ്ങൾ തന്നെ എടുക്കും അവിടെ റീച്ച് ചെയ്യാൻ. അപ്പം നമുക്ക് വൺ സൈഡ് ട്രാവൽ വിൽ ബി ആൻഡ് ദിസ് ഇസ് അഗെയിൻ നോളജ്. നമുക്ക് വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് അത് പാസ് ചെയ്യാൻ പറ്റുക, ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ള ഇൻഫർമേഷൻ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ്. ഈ സ്പേസിലൊക്കെ റിസർച്ചിന് പോകുന്നവർ ഈ ഹിയറിംഗ് ലോസ്, സ്പീച്ച് ഡിലേ ഒന്നും വരാതിരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയായിരിക്കും? നോട്ട് ജസ്റ്റ് ഹിയറിംഗ് ലോസ് ഓർ സ്പീച്ച് ഡിലേ, കാര്യം അവർക്കൊരു ലോഡ് ഓഫ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും അവർ അങ്ങോട്ട് പോകുന്നത്. കാര്യം ഇതിനു മുമ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ടഫ് ട്രെയിനിങ്. കാര്യം ജസ്റ്റ് ടു ലിവ് ദെയർ ദേ ഹാവ് ലോഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബോഡി വരണം. അപ്പോൾ ഇതുപോലെ ട്രെയിനിങ് എടുത്തിട്ടാണ് അവർ അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഒരുപാട് ട്രെയിനിങ് എടുത്താലേ ഇവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് എങ്ങനെ മോഡിഫൈ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ഫൈൻഡ് ഔട്ട് മെത്തഡ്. ബിക്കോസ് നമ്മളും അത് തന്നെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെ ചെയ്യാൻ പറ്റും. കാര്യം ഇപ്പം അവർ ഒരുപാട് ഓട്ടോടോക്സിക്സ് ഡ്രഗ്സ് എല്ലാം എടുക്കുന്നുണ്ടാവും, കാര്യം അവരുടെ ബോഡി സ്റ്റേബിലൈസ് ചെയ്യാനായിട്ട് മാത്രം. അപ്പം അതുപോലെ തന്നെ എക്സസൈസസ് അവർ അവിടെ നിന്നാലും അവർക്ക് കണ്ടിന്യൂസ് എക്സസൈസസ്, ഷിപ്പിൻ്റെ അകത്ത് ഉണ്ടായിരുന്നപ്പോഴും അവർക്ക് എക്സസൈസസ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പക്ഷെ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി പോകുമ്പോൾ അതിൻ്റെതായ ചേഞ്ചസ് നമുക്കുണ്ട്. അത് we'll have to go from down from the birth of a child, because see first time നമ്മൾ ഗ്രാവിറ്റി ഇല്ലാതെ ഒരു ഗ്രൗണ്ടിൽ ആക്ച്വലി നിൽക്കുന്നത് is in the mother's womb. Okay, so what happens in the mother's womb is probably what happens in also a space, because അവിടെയും gravity ഇല്ല. Okay, but the difference is that of here it's a
different scenario. It's surrounded with water, അതുപോലെ തന്നെ we get nutrients. പക്ഷെ അവിടെ പോകുമ്പോഴത്തേക്കും it's totally different because നമുക്ക് അറിയുന്നില്ല how much of water, what food, we don't know how the nutrient intake is and things like that. So this is still under research, and I think that a lot of things can be done, okay. And ഇപ്പോഴും പഠനങ്ങൾ, I think ഇപ്പോൾ like you know Sunita Williams and her team അവർ തിരിച്ച് വന്ന ഈ ഒരു ടൈമിൽ പോലും I'm sure that from the very next day റിസർച്ചും കാര്യങ്ങളും ഇങ്ങനെ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. I think another 20 or even 30 years from now ഈ ഒരു proper ക്ലാരിറ്റിയോട് കൂടി we can answer it and we can say that if you're going to space, take care of 1 2 3. this step has to be done. Yeah. അതെ, ആ പ്രോട്ടോകോൾ എന്തായാലും വരും.